നമസ്കാരം, അസർ ഫ്രം AVL കൊച്ചിൻ. ഇന്ന് നമുക്ക് ഓഡിയോ മിക്സറുകൾ എന്താണെന്ന് മനസ്സിലാക്കാം. പല രീതിയിലുള്ള സിഗ്നൽ ഇൻപുട്ടുകളെ മിക്സ് ചെയ്തിട്ട് ഒരു ഔട്ടായി എടുക്കുവാനായിട്ട് സഹായിക്കുന്ന ഉപകരണമാണ് ഓഡിയോ മിക്സർ. ഒരു ഗാനമേള നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പം അതിൽ നമുക്കൊരു ഗിറ്റാർ ഉണ്ടാവും, കീബോർഡ് ഉണ്ടാവും, ഡ്രംസ് ഉണ്ടാവും, വയലിൻ ഉണ്ടാവും. ഇതെല്ലാം മിക്സറിലേക്കുള്ള വ്യത്യസ്ത ഇൻപുട്ടുകളാണ്. ഈ ഇൻപുട്ടുകളെ ഓരോ ഇൻസ്ട്രുമെൻറ്റിനനുസരിച്ചും അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ട് എല്ലാ ഉപകരണങ്ങളും, അതുകൂടാതെ പാട്ടുകാർ, മെയിൽ സിംഗർ, ഫീമെയിൽ സിംഗർ, ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് നല്ലൊരു ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോ മിക്സർ. ഈ ഓഡിയോ മിക്സർ തന്നെ പൊതുവെ 3 രീതിയിലുണ്ട്: സ്മോൾ ഫോർമാറ്റ്, മീഡിയം ഫോർമാറ്റ് ആൻഡ് ലാർജ് ഫോർമാറ്റ്. ചെറിയ ഉപയോഗങ്ങൾക്ക്, ചെറിയൊരു പ്രസംഗത്തിനോ അല്ലാത്ത രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റൊക്കെ ഉള്ള ഉപയോഗങ്ങൾക്കെല്ലാം നമുക്ക് സ്മോൾ ഫോർമാറ്റ് മിക്സർ ഉപയോഗിക്കാം. അതല്ല, കുറച്ചുകൂടെ കൂടുതൽ ഇൻപുട്ടുകൾ ആവശ്യമുള്ളതിന് മീഡിയം ഫോർമാറ്റും, ഈ ഗാനമേള പോലുള്ള പരിപാടികൾക്ക് ഇത്തിരി ലാർജ് ഫോർമാറ്റ് ആയിട്ടുള്ള മിക്സറുകളുമാണ് പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത്. സ്മോൾ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 4 മുതൽ 8 ഇൻപുട്ട് വരെയാണ് അതിൽ ഉൾപ്പെടുക. മീഡിയം ഫോർമാറ്റിൽ ഈ പറഞ്ഞ 8 മുതൽ 20 ഇൻപുട്ട് വരെ ഉള്ളതും 20-ന് മേലുള്ളതെല്ലാം ഒരു ലാർജ് ഫോർമാറ്റിൽ ആണ് കാറ്റഗറിയിൽ വരിക. ഇതിലെ ഓരോ ചാനലിലുമുള്ള കൺട്രോൾ നോബുകളിലാണ് പിന്നീട് അതിൻ്റെ വ്യത്യാസം വരുന്നത്. അതായത് ഒരു ചാനലിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഗെയിൻ കൺട്രോൾ ഉണ്ടാവും, അതുകൂടാതെ EQ ബാൻഡ് ഉണ്ടാവും. EQ പൊതുവെ പറഞ്ഞാൽ ഹൈ, മിഡ്, ലോ. പിന്നെ അതുകൂടാണ്ട് ഒരു ഓക്സിലറി കൺട്രോള്, പാൻ കൺട്രോൾ, ഇതാണ് മെയിനായിട്ട് ഉണ്ടാവുക. അതിൽ ഗെയിൻ കൺട്രോൾ നമുക്ക് ലെവൽ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുമായിട്ടും, ഹൈ, മിഡ്, ലോ, അതായത് ബേസും ഹൈസും അത് കൺട്രോളായിട്ട് ചെയ്യാനായിട്ടുള്ള നോബുകളും. ഓക്സിലറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീഡ്ബാക്ക് അഥവാ മോണിറ്ററിങ്ങിൻ്റെ പർപ്പസിനായിട്ട് ഔട്ട് എടുക്കാനുള്ള കൺട്രോൾ നോബും. പാൻ വന്നിട്ട് ലെഫ്റ്റും റൈറ്റും പാൻ ചെയ്യാനും, ആ ഒരു സിഗ്നലിനെ ലെഫ്റ്റിലേക്ക് കൂടുതൽ പോകണോ അല്ലെങ്കിൽ റൈറ്റിലോട്ട് കൂടുതൽ പാസ് ചെയ്യണോ എന്നുള്ള ആ ഒരു ആവശ്യത്തിനും കൂടിയിട്ടുള്ളതാണ് ഇത്രയും കൺട്രോളുകൾ. ഇനി മീഡിയം ഫോർമാറ്റ് മിക്സറിൽ ഈ നോബുകളുടെ എണ്ണം കുറച്ചുകൂടെ വർദ്ധിക്കും. മെയിൻലി ഇൻ EQ ബാൻഡ്. EQ ബാൻഡിൽ ഹൈ, മിഡ്, ലോ എന്നതിനുപരി ഒരു ഹൈ മിഡിൻ്റെ ഒരു കൺട്രോളും കൂടെ വരും, ലോ മിഡിൻ്റെ ഒരു കൺട്രോളും കൂടെ അഡീഷണൽ ആയിട്ട് വരും. അത് കൂടുതലായിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു പർപ്പസ് വരുന്നത്. ലാർജ് ഫോർമാറ്റ് മിക്സറുകളിൽ ഇതിൻ്റെ എല്ലാം എണ്ണം ആവശ്യത്തിൽ കൂടുതലായിരിക്കും. പൊതുവെ ഇന്ന് മാർക്കറ്റിൽ ലാർജ് ഫോർമാറ്റ് മിക്സറുകളെല്ലാം ഡിജിറ്റൽ മിക്സറിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പതുക്കെ മീഡിയം ഫോർമാറ്റ് മിക്സറുകളും ഡിജിറ്റലിലേക്ക് മാറി വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ മിക്സറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രോസസ്സറുകൾ ഇൻബിൽട്ടായിട്ട് നമുക്ക് അതിൽ തന്നെ ലഭിക്കും. അങ്ങനെ ഒരു ഗുണം നമുക്ക് ഡിജിറ്റൽ മിക്സറിലുണ്ട്. അതുകൂടാതെ ചെറുതും മീഡിയം ലെവലിലുള്ള മിക്സറുകളിൽ എഫക്റ്റ് പ്രോസസ്സർ ഇൻബിൽട്ടായിട്ട് വരുന്ന മോഡലുകളും ഉണ്ട്. ഒരുപാട് ബ്രാൻഡുകൾ ഇന്ന് മാർക്കറ്റിൽ മിക്സറുകളുടെ ഉണ്ട്. ആ ബ്രാൻഡുകളും മോഡലുകളും എല്ലാം നമുക്ക് ഇനി വരുന്ന വീഡിയോകളിലൂടെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.